ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള അടുപ്പം അതിജീവിത മഞ്ജു വാര്യരോട് പറഞ്ഞതിന്റെ പകയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലേക്ക് നയിച്ചതെന്ന് ആരോപണം. ഇരുവരും അമേരിക്കയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്തുള്ള ബന്ധമൊക്കെ നടി മഞ്ജുവിനോട് പറഞ്ഞതാണ് ദിലീപ് മഞ്ജു ബന്ധം തകരാൻ കാരണമായതെന്നും ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ മീശമാധവൻ സിനിമയുടെ സമയത്ത് തന്നെ ഇരുവരുടെയും ബന്ധം മഞ്ജുവിന് അറിയാമായിരുന്നുവെന്നാണ് മുൻപ് ലിബർട്ടി ബഷീർ തുറന്നു പറഞ്ഞത്. അദ്ദേഹം മുൻപ് കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെ: മഞ്ജു വാര്യർ ദിലീപിന്റെ വീട്ടിൽ പലപ്പോഴും ശ്വാസം മുട്ടി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മഞ്ജു വാര്യരെ ഫോണിൽ കിട്ടാനായി വിളിച്ചാൽ ദിലീപിന്റെ അമ്മയോ പെങ്ങളോ വന്ന് ഫോൺ എടുത്ത് അന്വേഷിച്ചിട്ട് മാത്രമേ മഞ്ജുവിന് ഫോൺ കൊടുക്കുമായിരുന്നുള്ളൂ. മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ടാണ് അവർ ഒന്നും തുറന്നു പറയാതിരുന്നത്. മഞ്ജു തുറന്നു പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് മീശമാധവൻ സിനിമയുടെ 100ാം ദിവസത്തിന്റെ ആഘോഷത്തിന്റെ അന്നാണ്. അന്ന് എറണാകുളത്താണ് പരിപാടി നടന്നത്. MG റോഡിലെ ഇന്റർനാഷണൽ ഹോട്ടലാണ്. രാത്രി ഏകദേശം 12 മണിയായി. മഞ്ജു വാര്യർ പോയെന്നാണ് എന്റെ ധാരണ. ഞാൻ രാത്രി എന്തോ ആവശ്യത്തിന് ബാത്റൂമിന്റെ സൈഡിലേക്ക് പോയപ്പോൾ കാണുന്നത് മഞ്ജു വാര്യരെയാണ്. 3-4 മാസം പ്രായമുള്ള കൈക്കുഞ്ഞായ മീനാക്ഷിയെയും പിടിച്ചാണ് മഞ്ജു നിൽക്കുന്നത്. എന്തേ മഞ്ജു പോകാത്തേ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ വന്നില്ലേക്ക എന്ന് പറഞ്ഞു. ദിലീപിനെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു പോയി. ഞാൻ പോയ സമയത്ത് ദിലീപ് വേറൊരു ബാത്റൂമിന്റെ സൈഡിൽ കാവ്യമാധവനോട് സംസാരിച്ച് നിൽക്കുകയാണ്. ഞാൻ കുറെ തെറി പറഞ്ഞു. എടാ, ആ പെണ്ണ് ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്, അവളെ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് ഞാൻ ദിലീപിനോട് പറഞ്ഞു. അങ്ങനെ ഞാനാണ് അവരെ കാറിൽ കയറ്റി വിട്ടത്. മീശമാധവന്റെ സമയത്തെ ദിലീപ് കാവ്യബന്ധം മഞ്ജുവിന് അറിയാമായിരുന്നു. അന്ന് പക്ഷേ ആ ബന്ധം അത്ര രൂക്ഷമായിരുന്നില്ല. ലൊക്കേഷനിലൊക്കെ അന്ന് കാവ്യ വന്ന ദിലീപിന്റെ കൂടെ താമസിക്കുമായിരുന്നു. തിരുവനന്തപുരത്തെ ലൊക്കേഷനിൽ താഴത്തെ മുറിയിൽ ദിലീപും മുകളിലത്തെ മുറിയിൽ കാവ്യയും നിന്നിട്ടുണ്ട്. ബന്ധമൊക്കെ അന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ പറയുന്നത് പോലെ അമേരിക്കൻ പരിപാടിയുടെ സമയത്തൊന്നുമല്ല മഞ്ജു ഇത് അറിയുന്നത്. ആക്രമിക്കപ്പെട്ട കുട്ടിയൊന്നുമല്ല ഇതൊന്നും പറയുന്നത്. ഇതൊക്കെ നേരത്തെ മഞ്ജുവിന് അറിയാം. പക്ഷെ മഞ്ജു ഇതൊക്കെ അറിയുന്നുണ്ടെന്ന ധാരണ ദിലീപിനില്ലായിരുന്നു. ദിലീപ് കരുതിയത് അമേരിക്കയിലെ പരിപാടി സമയത്തെ കാര്യങ്ങൾ ഈ കുട്ടി മഞ്ജുവിനെ അറിയിച്ചതാണ് പ്രശ്നം രൂക്ഷമായതെന്നാണ്. ദിലീപ് കാവ്യ ബന്ധം ചർച്ചയായി നിൽക്കുമ്പോഴാണ് കാവ്യമാധവൻ കല്യാണം കഴിച്ചു പോകുന്നത്. അന്ന് കാവ്യയുടെ വിവാഹം നടന്ന ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സംയുക്ത വർമ്മയൊക്കെ വിവാഹത്തിനുണ്ടായിരുന്നു. ഈ കല്യാണത്തോടെ മഞ്ജു രക്ഷപ്പെട്ടല്ലോ, മനസമാധാനമായല്ലോ എന്ന് ഞാൻ അവരോട് പരസ്യമായി ചോദിച്ചിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. എന്നാൽ 1 മാസം കഴിഞ്ഞ് കാവ്യയുടെ വിവാഹബന്ധം അവസാനിച്ചു. 2ാമത്തെ ഇഷ്യൂ തുടങ്ങി. മഞ്ജു വാര്യർ ഉള്ളപ്പോൾ തന്നെയാണ് കാവ്യയുമായി ദിലീപ് അമേരിക്കയിൽ പോക്കൊക്കെ ഉണ്ടായിരുന്നു. പൊതുപരിപാടികളിലും കാവ്യയെയും കൂട്ടി ദിലീപ് പോയിട്ടുണ്ട്. ലിബർട്ടി ബഷീർ പറയുന്നു.